മുണ്ടക്കയം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ തീപിടുത്തം. പ്രതി പോലീസ് പിടിയിൽ. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീയിട്ട ശേഷം പ്രതി ഇറങ്ങിപ്പോകുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ ഫെസ്റ്റൂൺ ന്യൂസിന് ലഭിച്ചു. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി സ്വദേശി തട്ടാർകുന്നേൽ 43 വയസ്സുള്ള സാജു ജോസഫാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. മുണ്ടക്കയം പഞ്ചായത്തിന്റെ കോസ്വേ ജംഗ്ഷനിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ മാലിന്യം സൂക്ഷിച്ചിരുന്നിടത്താണ് ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ തീപിടുത്തമുണ്ടായത്. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലിൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തുടർന്ന് മുണ്ടക്കയം പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും ചേർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ മുണ്ടക്കയം ടൗണിൽ നടത്തിയ പരിശോധനയിൽ ഇയാളെ പിടികൂടുകയായിരുന്നു. മേഖലയിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി മുണ്ടക്കയം CI രാകേഷ് കുമാർ MR അറിയിച്ചു. ഇന്നലെ മുണ്ടക്കയം ടൗണിനോട് ചേർന്നുള്ള ഹരിതകർമ്മസേന സൂക്ഷിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തി നശിച്ചതിലേക്ക് ഒരു കോൾ വരികയും സംഭവസ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഒരാൾ ഇറങ്ങിപ്പോയതായിട്ട് അവിടെ നിന്ന് നാട്ടുകാർ സംശയം പറഞ്ഞിരുന്നു. അതിനനുസരിച്ചുള്ള പഞ്ചായത്ത് പരാതിയുമായി സ്റ്റേഷൻ എത്തിയിരുന്നു. അനുസരിച്ച് FIR എടുത്തിരുന്നു. പറഞ്ഞ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ CCTV പരിശോധിച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂവപ്പള്ളിക്കാരനായ സജു എന്ന് പറഞ്ഞ ആളാണ് കുറ്റം ചെയ്തത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ച് പ്രതിയെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇന്ന് പ്രതിയെ റിമാൻഡ് ചെയ്യും. ഇയാൾക്കെതിരെ കാഞ്ഞിരപ്പള്ളി പെരുവന്താനം സ്റ്റേഷനുകളിൽ മുൻപ് നിരവധി കേസുകൾ ഉള്ളതായാണ് അറിയുവാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.